പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചേസ് ചാനലിൻ്റെ ഏറ്റവും പുതിയ യാത്രാ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളോടും കുടുംബത്തോടുമൊപ്പം ഒരു ദിവസത്തെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ട്രിപ്പാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇന്ന് നമ്മൾ കുറച്ച് ദൂരം മെട്രോയിൽ കയറി, ഇതിനുശേഷം വാട്ടർ മെട്രോയിലും കയറി അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയും കണ്ട് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്ലാൻ. 2017 ജൂൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ആദ്യഘട്ടം ആലുവ മുതൽ പേട്ട വരെയായിരുന്നു എങ്കിലും പിന്നീട് അത് തൃപ്പൂണിത്തറ വരെ നീട്ടി. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ മേൽനോട്ടത്തിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ DMRC ആണ് ഇത് നിർമ്മിച്ചത്. വൃത്തിയുടെയും വെടിപ്പിൻ്റെയും കാര്യത്തിലുള്ള കണിശതയാണ് ഇവിടേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്നെ ഏറ്റവും ആദ്യം ആകർഷിച്ചത്. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നിലവാരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പ്രായമായവരെ സഹായിക്കാൻ എസ്കലേറ്ററും റെഡിയാണ്. ഇപ്പോൾ നമ്മൾ 1ാം നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും ടോയ്ലറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. 2ാം നിലയിൽ നിന്നാണ് ട്രെയിനുകൾ പുറപ്പെടുന്നത്. ഇവിടെ കാണുന്ന ഡിസ്പ്ലേ ബോർഡിൽ അടുത്ത ട്രെയിൻ എത്രാമത്തെ മിനിറ്റിൽ എവിടേക്ക് പുറപ്പെടുന്നു എന്ന് അറിയുവാൻ സാധിക്കും. തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് അടുത്ത 7ാമത്തെ മിനിറ്റിൽ ട്രെയിൻ പുറപ്പെടുന്നുണ്ട്. ഈ നിലയം വളരെ നന്നായി തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ സ്റ്റേഷനും ഓരോ തീമിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് പശ്ചിമഘട്ടം, കേരളത്തിലെ കായലുകൾ, സമുദ്ര വിഭവങ്ങൾ തുടങ്ങി ഓരോ സ്റ്റേഷനുകൾക്കും ഓരോ തീമാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടറിൽ നിന്നെടുക്കുന്ന കാർഡ് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിചയമില്ലാത്തവരെ സഹായിക്കുവാനും ഇവിടെ ആളുകളുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർക്ക് മെട്രോയിൽ വലിയ തോതിൽ തന്നെ തൊഴിൽ നൽകുന്നുണ്ട്. ഭിന്നലിംഗക്കാരെ ജോലിക്ക് നിയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൂടിയാണിത്. മെട്രോയുടെ ഊർജ്ജ ആവശ്യത്തിൻ്റെ വലിയൊരു ഭാഗം സോളാർ പാനലുകൾ വഴിയാണ് കണ്ടെത്തുന്നത്. ഇത് ഒരു പരിസ്ഥിതി സൗഹൃദമായ പദ്ധതി കൂടിയാണല്ലോ. ഞാൻ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും പുറപ്പെടാൻ തയ്യാറായി അടുത്ത മെട്രോ ഉണ്ടായിരുന്നു. യാത്രക്കാരെല്ലാം കയറി പ്ലാറ്റ്ഫോം വിജനമായിരുന്നു. ഒരു ഡേ ട്രിപ്പിനായി മെട്രോ തിരഞ്ഞെടുക്കുന്നവർ രാവിലെയും വൈകുന്നേരവും തിരക്കുള്ള സമയം ഒഴിവാക്കി ആലുവയിൽ നിന്ന് കയറിയാൽ അത്യാവശ്യം ഇരുന്ന് തന്നെ സുഖമായി മെട്രോയിൽ സഞ്ചരിച്ച് കാഴ്ചകൾ കാണുവാൻ സാധിക്കും. ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് ഈ മഹാനഗരത്തിൻ്റെ മുകളിലൂടെ കൊച്ചി മെട്രോ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെട്രോയിലൂടെ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ സാധാരണ കാറിലോ ബസ്സിലോ ഇരുന്ന് കാണുന്ന കാഴ്ചകൾ പോലെയല്ല, കൂടുതൽ പുതുമയുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന് മാത്രം കൊച്ചി മെട്രോ കൈകാര്യം ചെയ്തത് 1,61,000 യാത്രക്കാരെയാണ്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെയാണ് സർവീസ് ഉള്ളത്. ഞായറാഴ്ചകളിൽ അത് രാവിലെ 7:30 ആരംഭിക്കുന്നത്. നിലവിലുള്ള 25 ട്രെയിനുകളിലായി നിരവധി ട്രിപ്പുകളിലൂടെ 1,00,000-ൽ പരം യാത്രക്കാർ ദിവസവും കൊച്ചി മെട്രോയെ ആശ്രയിക്കുന്നു. അവരത്രയും ഗതാഗത കുരുക്കുകൾക്കിടയിലൂടെ സുരക്ഷിതമായും വേഗത്തിലും യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു. ഓരോ സ്റ്റേഷനുകളിൽ ട്രെയിൻ എത്തുമ്പോഴും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ ഏതാണെന്നും ഇനി അടുത്ത് വരാൻ പോകുന്ന സ്റ്റേഷനുകൾ ഏതാണെന്നു കൂടി ഡിസ്പ്ലേ ബോർഡിൽ കാണിക്കുന്നത് വഴി പുതിയതായി മെട്രോയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും വളരെ എളുപ്പത്തിൽ തൻ്റെ ഡെസ്റ്റിനേഷനുകൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിലവിൽ ഏകദേശം 28 കിലോമീറ്റർ നീളത്തിൽ 25 സ്റ്റേഷനുകളാണ് കൊച്ചി മെട്രോയിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ബ്ലൂ ലൈൻ എന്നറിയപ്പെടുന്നു. 2ാം ഘട്ടമായ പിങ്ക് ലൈൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ നിർമ്മാണം ഇപ്പോൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ 11.2 കിലോമീറ്റർ ദൂരത്തിൽ 11 പുതിയ സ്റ്റേഷനുകളാണ് വരുന്നത്. ട്രെയിൻ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ സ്റ്റേഷനിലും പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഫീഡർ ബസ്സുകളും പാർക്കിംഗ് സൗകര്യങ്ങളും എടുത്തു പറയേണ്ട സവിശേഷതയാണ്. മുട്ടം മെട്രോ സ്റ്റേഷനോട് ചേർന്നുള്ള മെട്രോയുടെ മെയിൻ്റനൻസ് യാർഡിലേക്കുള്ള പാതയാണിത്. സാധാരണ KSRTC ബസ്സിൽ കോറി വരച്ചും ചിത്രം വരച്ചും വൃത്തികേടാക്കുന്ന മലയാളികൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ മറ്റൊരു ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനിത് പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം ദിവസവും 1,00,000-ൽ പരം യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ സംവിധാനത്തിൽ ഒരു പോറൽ പോലും കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചില്ല. കൊച്ചിയിലെ പ്രധാന ഷോപ്പിംഗ് മേഖലകളും KSRTC ബസ് സ്റ്റാൻഡ്, സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ തമ്മിലുള്ള കണക്ടിവിറ്റിയും കൊച്ചി മെട്രോ വഴി വളരെ എളുപ്പത്തിൽ സാധ്യമാക്കുന്നു. കൊച്ചി മെട്രോയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് പേരിനൊപ്പം ബ്രാൻഡ്. സ്റ്റേഷൻ്റെ ഔദ്യോഗിക പേരിന് മുന്നിലോ പിന്നിലോ ആ കമ്പനിയുടെ പേര് കൂടി ചേർക്കും. സ്റ്റേഷൻ്റെ ഉള്ളിലും പുറത്തും ആ ബ്രാൻഡിൻ്റെ നിറങ്ങളും പരസ്യങ്ങളും ഉപയോഗിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടാകും. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആലുവയിൽ നിന്ന് നമ്മൾ ലുലു മാളിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ലുലു മാളിനകത്തേക്ക് കൊച്ചി മെട്രോയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് ഉണ്ട്. പ്രശസ്തമായ എടപ്പള്ളി സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി ഈ സ്റ്റേഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരത്താണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തോടു കൂടിയും കൊച്ചി മെട്രോ കടന്നു പോകുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷനുമുണ്ട്.
ഇൻഫോ പാർക്ക് ഭാഗത്തേക്കുള്ള പുതിയ പിങ്ക് ലൈൻ തുടങ്ങുന്നത് ഈ സ്റ്റേഷനിൽ നിന്നാണ്. ലിസി ഹോസ്പിറ്റൽ സ്റ്റോപ്പിലിറങ്ങി ഇവിടെ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ എത്തി വാട്ടർ മെട്രോയിൽ പോകുവാനാണ് നമ്മുടെ പരിപാടി. അതിനായി ഞാൻ ഇവിടെ ഇറങ്ങി. ലിസി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായതിനാൽ ആദ്യഘട്ടത്തിൽ ലിസി എന്നായിരുന്നു ഈ സ്റ്റേഷൻ്റെ പേര്. എന്നാൽ പിന്നീട് കൊച്ചി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ചരിത്രപ്രധാനമായ ടൗൺ ഹാൾ ഈ സ്റ്റേഷന് സമീപത്തായതിനാൽ പേര് ടൗൺ ഹാൾ എന്നാക്കി മാറ്റി. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാർക്ക് ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷനാണിത്. തിരക്കുള്ള സമയങ്ങളിൽ നിങ്ങളെയും കാത്ത് ഓരോ 7 മിനിറ്റിലും ഒരു മെട്രോയുണ്ടാകും. നമ്മൾ ഇവിടെ ഇറങ്ങി കൃത്യം 7-ാം മിനിറ്റിൽ അടുത്ത മെട്രോ എത്തിക്കഴിഞ്ഞു. രസകരമായ ഒരു കാര്യം, നമ്മൾ ബസ്സിനും കാറിനുമൊക്കെ പേരിടാറില്ലേ, അതുപോലെ തന്നെ ഓരോ മെട്രോ ട്രെയിനും പേരുണ്ട്. ഈ ട്രെയിനിൻ്റെ പേര് മന്ദാകിനി എന്നാണ്. പതിയെ അവിടെ നിന്നിറങ്ങി പുറത്തേക്കുള്ള വഴിയെ നടന്നു. മെട്രോ ഭിന്നശേഷി സൗഹൃദമാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ കാണുന്നത് കണ്ണ് കാണാത്തവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രത്യേകം ടൈൽ പതിപ്പിച്ച പാതകളാണ്. നമ്മളെപ്പോലെ കാഴ്ചകൾ കൊണ്ടല്ലല്ലോ, സ്പർശനം കൊണ്ടാണല്ലോ അവർ തിരിച്ചറിയുന്നത്. ഇവിടെ സ്റ്റേഷനിൽ നിന്നു തന്നെ നോക്കിയാൽ താഴെ റോഡിലെ തിരക്കും ബഹളവും പൊടിയും എല്ലാം കാണുവാൻ സാധിക്കും. ഇനി നമ്മളും ഈ തിരക്കിലേക്കാണ്. ഇതുപോലെയുള്ള 1000-ഓളം ഭീമൻ തൂണുകളാണ് നമ്മുടെ കൊച്ചി മെട്രോയെ താങ്ങി നിർത്തുന്നത്. പണമിട്ടാൽ നമുക്ക് ഡ്രിങ്ക്സും സ്നാക്സും എല്ലാം നൽകുന്ന ഓട്ടോമാറ്റിക് കിയോസ്കുകളും മിക്ക സ്റ്റേഷനുകളിലുമുണ്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഞാനും പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് മേനക വഴി പോകുന്ന ഏതെങ്കിലും ബസ്സിൽ കയറി ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് എത്തി അവിടെ നിന്ന് വാട്ടർ മെട്രോ പിടിക്കണം. കൊച്ചിയിലെ ബസ് ഡ്രൈവർമാരുടെ സ്റ്റൈൽ ഒന്ന് വേറെ തന്നെയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഞാൻ ബസ് ഇറങ്ങി യാത്ര തുടർന്നു. ഇവിടെ എന്നെ സ്വാഗതം ചെയ്തത് മനോഹരമായ ഫ്രൂട്ട്സും എണ്ണക്കടി പലഹാരങ്ങളുമാണ്. വൈകുന്നേരങ്ങളിൽ 5 മണി മുതൽ 7 മണി വരെ നീളുന്ന അറബിക്കടലിലെ സൂര്യാസ്തമയം കാണാൻ സാഗർ റാണി എന്ന ഈ കപ്പലിലെ യാത്ര വളരെ രസകരമാണ്. കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും തമ്മിലുള്ള ബന്ധം ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഏകീകൃത നഗര ഗതാഗത സംവിധാനമാണ്. ഇവ രണ്ടും വെവ്വേറെയാണെങ്കിലും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെയും മേൽനോട്ടം വഹിക്കുന്നത്. അതിനാൽ രണ്ട് സംവിധാനങ്ങളുടെയും പ്രവർത്തന സമയം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, വൃത്തി എന്നിവ ഒരേ നിലവാരത്തിലുള്ളതാണ്. മെട്രോ ട്രെയിൻ വൈദ്യുതിയിലാണ് ഓടുന്നത് എങ്കിൽ വാട്ടർ മെട്രോ ബോട്ടുകൾ ഹൈബ്രിഡ് ഇലക്ട്രിക് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. രണ്ടും കൊച്ചി നഗരത്തിലെ മാലിന്യം വളരെയധികം കുറയ്ക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയും ഡിസ്പ്ലേ ബോർഡുകൾ വഴി വരുന്ന ബോട്ടുകളെ പറ്റിയുള്ള കൃത്യമായ വിവരണങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നു. കൊച്ചിയിലെ ദ്വീപ് നിവാസികൾക്ക് നഗരത്തിലേക്ക് എത്തുവാൻ വാട്ടർ മെട്രോ സഹായിക്കുമ്പോൾ തന്നെ നഗരത്തിലുള്ളവർക്ക് ദ്വീപുകളിലെ ഭംഗി ആസ്വദിക്കുവാനും മെട്രോയും വാട്ടർ മെട്രോയും ഒരുമിച്ച് ഉപയോഗിക്കുവാനും സാധിക്കുന്നു. ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ഇവിടെ നമുക്ക് വരി നിൽക്കേണ്ടതില്ല, വരിയിൽ ഇരിക്കാം. നിങ്ങളുടെ ബോട്ട് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ബോട്ടിലേക്ക് പ്രവേശിക്കുകയുമാവാം. അങ്ങനെ ഞങ്ങളുടെ ബോട്ടെത്തി. അച്ചടക്കമുള്ള കുട്ടികളെ പോലെ എല്ലാവരും വരിയായി തന്നെ ബോട്ടിലേക്ക് കയറി. ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമാണ് നമ്മുടെ കൊച്ചിയിലേത്. ഏകദേശം 7.5 കോടിയോളം രൂപയാണ് ഈ കാണുന്ന ഒരു ബോട്ടിൻ്റെ വില. ദൃശ്യങ്ങൾ പകർത്തി ഞാൻ അകത്തേക്ക് എത്തുമ്പോഴേക്കും സീറ്റുകളെല്ലാം നിറഞ്ഞിരുന്നു. ഏകദേശം 100ഓളം പേരെ ഉൾക്കൊള്ളുവാൻ ഈ ബോട്ടുകൾക്ക് സാധിക്കും. ഭാരം കുറയ്ക്കുന്നതിനായി അലുമിനിയത്തിലാണ് വാട്ടർ മെട്രോയുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ലിഥിയം ടൈറ്റനേറ്റ് സ്പിനൽ ബാറ്ററികളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ബാറ്ററി തീർന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ ഡീസൽ ജനറേറ്ററുകളും ബോട്ടിലുണ്ട്. ഫ്ലൈറ്റുകളിലേതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്യേണ്ട സുരക്ഷാ മാർഗങ്ങളെ പറ്റിയുള്ള വിശദീകരണവും ഡിസ്പ്ലേ ബോർഡുകളിൽ നൽകുന്നു. നമ്മുടെ ബോട്ട് പതിയെ ചലിച്ചു തുടങ്ങി. മണിക്കൂറിൽ പരമാവധി 22 കിലോമീറ്ററാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ വേഗത. കൊച്ചി മെട്രോയുടെ ഏറ്റവും ജനപ്രിയമായ റൂട്ടുകളിൽ ഒന്നു തന്നെയാണ് ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ഈ യാത്ര. ഏകദേശം 25 മിനിറ്റ് എടുത്താണ് ബോട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇതാണ് ബോൾഗാട്ടി പാലസ്. 1744 ഡച്ചുകാർ നിർമ്മിച്ച ഈ പാലസ് പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും കൊച്ചിയിലെ ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ആസ്ഥാനമായി മാറുകയും ചെയ്തു. കൊച്ചി കായലിൻ്റെ ഭംഗിയും കപ്പലുകളുടെ കാഴ്ചയും ആസ്വദിക്കാൻ ഈ യാത്ര വളരെ മികച്ചതാണ്. ബോട്ടിൻ്റെ വലിയ ചില്ലുജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകൾ വ്യക്തമായി കാണാം. ബോട്ടുകളെല്ലാം പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതാണ്. അതിനാൽ മഴയത്തും വെയിലത്തും വളരെ സുഖകരമായി തന്നെ ഇതിനകത്ത് യാത്ര ചെയ്യാം.
ഈ കാണുന്നത് അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലിൽ ചരക്കിറക്കാൻ വന്നിരിക്കുന്ന പടുകൂറ്റൻ കപ്പലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് അടുക്കുവാൻ സൗകര്യമുള്ള ആഴം ഇവിടെയുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നും രണ്ടുമല്ല പലതവണ ഇത്തരം പടുകൂറ്റൻ കപ്പലുകളെ നിങ്ങളുടെ യാത്രയിലുടനീളം കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ബോട്ടിനൊപ്പം സഞ്ചരിക്കാൻ ഡോൾഫിനുകളുടെ കൂട്ടം തന്നെ എത്താറുണ്ട്. വലിയ തിരയുള്ളതിനാലാവണം ബോട്ട് ചെറുതായി ഒലിയുന്നുണ്ട്. നമ്മൾ തീരത്തോട് അടുത്ത് കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ചീനവലകളാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എൻ്റെ മനസ്സ് കവർന്ന വാട്ടർ മെട്രോയുടെ ദൃശ്യങ്ങൾ ഒന്നുകൂടെ പകർത്തി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഫോർട്ട് കൊച്ചിയിൽ എന്നെ സ്വാഗതം ചെയ്തത് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം കരിക്കാണ്. സന്ദർശകർക്ക് ആവശ്യമായ അത്യാവശ്യം തുണിത്തരങ്ങളൊക്കെയായി കച്ചവടക്കാർ ഇവിടെയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ വലിയൊരു ചരിത്രം തന്നെ ഫോർട്ട് കൊച്ചിക്ക് പറയാനുണ്ട്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ തുടങ്ങി ബ്രിട്ടീഷുകാർ വരെ അവരുടെ ഭരണകാലത്തെ പല അടയാളങ്ങളും ഇന്നും ഇവിടെ കാണാം. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് കൂടിയാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം മനസ്സിൽ പറഞ്ഞു നടക്കുമ്പോഴാണ് ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജങ്കാർ അഥവാ റോറോ സർവീസ് എൻ്റെ കണ്ണിന് മുന്നിലേക്ക് എത്തിയത്. കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയതും സൗകര്യപ്രദവുമായ യാത്രാമാർഗങ്ങളിൽ ഒന്നാണിത്. ഇരുചക്ര വാഹനങ്ങളിൽ തുടങ്ങി ഓട്ടോറിക്ഷകൾ, കാറുകൾ തുടങ്ങി മിനി ബസ്സുകൾ വരെ ഇതിൽ കയറ്റി പോകുന്നത് കണ്ടു. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടമായി എത്തിയ ടൂറിസ്റ്റുകളുടെ സംഘമാണ്. ജങ്കാർ യാത്ര വളരെ ആസ്വദിച്ച മട്ടുണ്ട്. യാത്രക്കാരായ നിങ്ങൾക്കും സമയമുണ്ടെങ്കിൽ ഇതിൽ കയറി വൈപ്പിനിൽ പോയി വരാം. വാഹനത്തിലാണ് യാത്രയെങ്കിൽ വൈപ്പിനിലെത്തി അവിടെ നിന്ന് യാത്ര തുടരാം. ചെറിയ ബോട്ടുകൾ മുതൽ പടുകൂറ്റൻ കപ്പലുകളുടെ വരെ സഞ്ചാരപാതയാണിത്. ഇപ്പോൾ പോയി ബോട്ട് കപ്പലിനരികിലൂടെ പോകുമ്പോഴാണ് എത്ര ചെറുതാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും നിറയെ യാത്രക്കാരും വാഹനങ്ങളുമായി മുന്നോട്ടെടുത്ത ജങ്കാർ നീട്ടിയുള്ള ഹോണടി കേട്ട് അനുസരണയോടുകൂടി സൈഡ് ഒതുങ്ങി നിൽക്കുന്ന കണ്ടു. കാര്യം ഇതാണ്, വന്നത് നേവിയുടെ പെട്രോൾ ബോട്ടാണ്. അതിന് വഴി ഒഴിഞ്ഞു കൊടുത്തതാണ് നമ്മുടെ ജങ്കാർ. അധികം വൈകാതെ അടുത്ത കപ്പലും എത്തി. അദാനി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കടലിൻ്റെയോ കായലിൻ്റെയോ അടിത്തട്ടിലെ മണ്ണും ചെളിയും മറ്റും നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന അഥവാ ഡ്രെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന കപ്പലാണിത്. 14-ാം നൂറ്റാണ്ടിൽ പ്രശസ്ത ചൈനീസ് സഞ്ചാരിയായ ഷെങ്ഹെയുടെ കൂടെ വന്ന വ്യാപാരികളാണ് ഈ ചീനവലകൾ കൊച്ചിയിൽ എത്തിച്ചതെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടായിരിക്കണം ഇവയ്ക്ക് ചീനവല എന്ന പേര് വന്നത്. കാണുമ്പോൾ നിസ്സാരം എന്ന് തോന്നിക്കുന്ന ഈ ചീനവല നിർമ്മിക്കാൻ ഏകദേശം 4 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെയാണ് ചെലവ് വരുന്നത്. വലയിൽ പിടിച്ച നല്ല പെടക്കണ മീൻ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. 1 കിലോയ്ക്ക് 500 രൂപയാണ് ഇവർ വില പറഞ്ഞത്. പക്ഷെ ഈ പച്ച മീനിന് കാവലായി പൂച്ചയെ കാവൽ നിർത്തിയതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായില്ല. കാണുമ്പോൾ സുന്ദരൻ എന്ന് തോന്നിപ്പിക്കുന്ന ഇവനും വലയിൽ കിട്ടിയതാണ്. പക്ഷെ തൊട്ടാൽ വിവരം അറിയും. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചൊറിയേണ്ടി വരും. അത്ര ഡേഞ്ചറാണ് കക്ഷി. Hi sir, are you coming from? Netherlands. Netherlands. Amsterdam. Yeah. And how do you feel our Kochi, Kerala? Very nice. We arrived yesterday, but we haven't seen so much yet, but it's really nice. Food is really good. Yeah. And how many days you are planning to stay here? We are staying 2 weeks in Kerala. Yeah, that's good. And Thank then you. we go to Munnar. Munnar. Next to Munnar. Then Alpi? We have Not no sure plan yet. yet. No plan. Alpi also I think it's good. Alpi, Kumragam. That's also a better choice. Oh, that's nice. Anyway, thank you sir. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരിടം തന്നെയാണ് ഫോർട്ട് കൊച്ചി. ഒരു ദിവസം മുഴുവൻ കാണാവുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. എത്ര സമയം എടുക്കും? ഒരു 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ. അത്യാവശ്യം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കാണാനുള്ള ഫോർട്ട് കൊച്ചിയിലെ ബസിലിക്ക ചർച്ച്, വാസ്കോഡ് ഗാമ ബീച്ച്, ടച്ച് സിംസി, കേരള ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നേവി മ്യൂസിയം ആൻഡ് മട്ടഞ്ചേരി, ഹിന്ദു ടെമ്പിൾ, ഡച്ച് പാലസ്. 2, 3, 4 പേർക്ക് പോവാം. 4 പേർക്ക് പോകും. 2 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ നന്നായി എല്ലാ സ്ഥലവും കാണിച്ച് ഇവിടെ തന്നെ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു ഏട്ടാ. താങ്ക് യു. ഇനി ബീച്ച് ഭാഗത്തേക്കാണ് നമ്മുടെ യാത്ര. ഇവിടെയും നടപ്പാതകളെല്ലാം കല്ലെല്ലാം വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്.
ഇവിടെ കപ്പലുകളുടെ കാഴ്ച അവസാനിക്കുന്നേ ഇല്ല. അവിടെയും കണ്ടു ഒരു വലിയ കപ്പൽ. തണൽ വിരിച്ചു നിൽക്കുന്ന ഈ വലിയ മരങ്ങൾക്ക് താഴെ കല്ല് വിരിച്ച് ഈ പാതയിലൂടെ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നടക്കാം. ഞാൻ പതിയെ ബീച്ചിലേക്ക് ഇറങ്ങി. ഫോർട്ട് കൊച്ചി സന്ദർശിക്കുന്ന ഏതൊരാളും ഒരുപക്ഷെ ആദ്യം എത്തുന്നത് ഇവിടുത്തെ മനോഹരമായ കടൽ തീരത്തായിരിക്കും. കൊച്ചിയിലെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായി അല്പസമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഇടമാണിത്. അങ്ങനെ ബീച്ചിലൂടെ നടക്കുമ്പോഴാണ് ഇവരെ കണ്ടത്. കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാമെന്ന് തീരുമാനിച്ചു. ये सोशल और वो सब प्रमोट करता है। ओके, तो हम लोग इसके पहुंच के जाए Good ताकि job. हम क्लीन और बीच को क्लीन रख सके और ज्यादा। अभी कितने टाइम से ये चालू हो गया? मतलब हर साल हम लोग ये करते रहते हैं। अच्छा अच्छा, ओके सर, थैंक यू. थैंक यू। ഇവിടെ ഇത്തരത്തിൽ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നവരും കുറച്ച് പേരുണ്ട്. പക്ഷേ അവരുടെ കൂടയിലൊന്നും മീനൊന്നും കാര്യമായി കണ്ടില്ല. വീണ്ടും അവർ വലയെറിഞ്ഞുകൊണ്ടേയിരുന്നു കൂടുതൽ മീനുകൾക്കായി. കൊച്ചിയിലെ ഏറ്റവും മികച്ച സൂര്യാസ്തമയ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. കൂടാതെ കൊച്ചി തുറമുഖത്തേക്ക് പോകുന്ന വലിയ കപ്പലുകളെയും ടഗുകളെയും വളരെ അടുത്തു നിന്ന് ഈ ബീച്ചിൽ നിന്ന് കാണാം. ചേട്ടാ, ഇത് എന്താ സംഭവം? പഴയ കാലത്ത് ഷിപ്പിലും പഴയ കാലത്തുള്ള പോയിട്ടാണ്. ആ ആ, വർഷങ്ങൾ പഴക്കമുണ്ട്. ഇതിപ്പോ ഒരു 100 കൊല്ലെങ്കിലും ഒക്കെ പഴക്കമുണ്ടാവും. ഉണ്ടാവും. ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പ്രധാന പരിപാടിയായ കൊച്ചിൻ കാർണിവൽ ഡിസംബർ മാസത്തിലാണ് നടക്കാറുള്ളത്. ആ സമയത്ത് ബീച്ചും പരിസരവും വലിയ ആഘോഷത്തിമിർപ്പിലായിരിക്കും. കൊച്ചി മുസ്രിസ് ബിനാലയുടെ ഭാഗമായി ചില കാഴ്ചകൾ കൂടി കാണുവാൻ സാധിച്ചു. ഇത് നമ്മൾ സോയിൽ കൊണ്ടിട്ട്, അതായത് നമ്മൾ എർത്തിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡിംഗ് വോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ യാത്രയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്കുകളായും കമൻറ്റുകളായും രേഖപ്പെടുത്തുക. മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.